ലിഡ്സ് കോളേജിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ, പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതായത് പ്രധാനപ്പെട്ട കുറേ മേഖലകളിൽ കൂടെ നമ്മളിങ്ങനെ കടന്നുപോയി അല്ലേ. അവസാന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസിൻ്റെയും പിയുടെയും, അതായത് എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഡി ബ്ലോക്കിൻ്റെയും എല്ലാം ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടെത്തുന്ന കാര്യമാണ് അല്ലേ. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 4 ബ്ലോക്കുകളാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓരോന്നിനും പ്രത്യേകം നിയമങ്ങൾ, അതായത് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകം നിയമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എഴുതി പഠിക്കണം, നന്നായിട്ട് ചെയ്തു പഠിക്കണം, അപ്പോൾ മാത്രമേ എല്ലാ ഭാഗവും ഓക്കെ ആവുള്ളൂ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്കിൻ്റെ സവിശേഷതകളാണ്, കുറച്ച് സവിശേഷതകളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം, എസ് ബ്ലോക്ക് എന്ന് പറയുമ്പം ഏതെല്ലാം ഗ്രൂപ്പുകളായിരുന്നു? യെസ്, ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഗ്രൂപ്പ് 1നെയും ഗ്രൂപ്പ് 2നെയുമാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹങ്ങളെന്നും ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എസ് ബ്ലോക്കിൽ ആരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എസ് ബ്ലോക്കിൽ ലോഹങ്ങളാണ് അല്ലേ. നമ്മൾ പറഞ്ഞ പേര് നോക്കൂ, ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിതാ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ എഴുതുകയാണ്, കുറച്ച് മൂലകങ്ങൾ എഴുതുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലേ, ബെർലിയം, മഗ്നീഷ്യം, ആരെ കൊടുക്കാം? കാൽസ്യം കൊടുക്കാം. ഇവരെല്ലാം തന്നെ ഏത് ബ്ലോക്കിലുള്ളതാണ്? എസ് ബ്ലോക്കിലുള്ളതാണ്. ഓക്കെ, ഇനി ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കെ ഷെല്ല് 2 ഇലക്ട്രോണ്, 2ഉം 1ഉം 3 ഇലക്ട്രോൺ അല്ലേ ആകെ. അപ്പം നമ്മൾ സബ്ഷെൽ അനുസരിച്ച് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതും? എൻ്റെ കൂടെ പറഞ്ഞ് 1s2 2s1 അല്ലേ. ഇനി സോഡിയം ആവട്ടെ 1s2 2s2 2p6 3s1. പൊട്ടാസ്യം 1s2 2s2 2p6 3s2 3p6. 3p കഴിഞ്ഞാൽ എങ്ങോട്ടായിരുന്നു ഇലക്ട്രോൺ പോവേണ്ടത്? S4sലേക്ക് ഇലക്ട്രോൺ പോകുന്നു അല്ലേ, 4s1. ഇനി ഇതാ നമ്മുടെ ബെർലിയം നോക്കൂ, ബെർലിയം അറ്റോമിക് നമ്പർ 4 ആണ് അല്ലേ. 1s2 2s2 1s2 2s2. ഇനി നമ്മുടെ മഗ്നീഷ്യം 12 ആണ്, എല്ലാം നിങ്ങൾക്ക് അറിയാം. 1s2 2s2 2p6 3s2 അല്ലേ. ഇനി കാൽസ്യം 1s2 2s2 2p6 3s2 3p6 4s2 അല്ലേ. 20 അല്ലേ അറ്റോമിക് നമ്പർ. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോവേണ്ടത് 4s സബ്ഷെല്ലിലേക്കാണ്. ഞാൻ ഇവയെല്ലാം തന്നെ എസ് ബ്ലോക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ മൂലകങ്ങളെല്ലാം തന്നെ ഏത് ബ്ലോക്കിലാണുള്ളത്? എസ് ബ്ലോക്കിലാണുള്ളത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എസ് ബ്ലോക്കിലാവാൻ കാരണം എന്തായിരുന്നു? യെസ്, അവസാന ഇലക്ട്രോണ് ഏത് സബ്ഷെല്ലിലേക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്? എസ് സബ്ഷെല്ലിലേക്കാണ് വന്നു ചേർന്നത്. ഇങ്ങനെ ഇലക്ട്രോണ് എസ് സബ്ഷെല്ലിലാണ് വന്നത് എങ്കിൽ അത് ഈ മൂലകങ്ങളെല്ലാം തന്നെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ മൂലകങ്ങളെല്ലാം തന്നെ എസ് ബ്ലോക്കിലാണുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ പീരിയഡ് നമ്പർ എങ്ങനെയായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? പീരിയഡ് നമ്പർ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ, ആരുടെ കേസിൽ? ലിഥിയത്തിൻ്റെ കേസിൽ 2 ആണ്, സോഡിയത്തിൻ്റെ കേസിൽ 3 ആണ്, പൊട്ടാസ്യത്തിൻ്റെ കേസിൽ 4 ആണ് അല്ലേ. നോക്കൂ, ലിഥിയം 2ാമത്തെ പീരിയഡിൽ അല്ലേ, 2s1. അടുത്ത് തൊട്ട് താഴെയുള്ള ആൾ നോക്കൂ, ഏത് പീരിയഡിൽ? 3rd പീരിയഡിൽ, 3ാമത്തെ പീരിയഡിൽ എസ് സബ്ഷെല്ല്. അതിൻ്റെ മുകളിൽ എത്ര ഇലക്ട്രോൺ എഴുതി? 1 ഇലക്ട്രോൺ എഴുതി. നോക്കൂ, തൊട്ട് താഴെയുള്ള ആളുകൾ എഴുതാൻ എന്ത് എളുപ്പമാണ് അല്ലേ. 2s1. ലിഥിയത്തിൻ്റെ താഴെ സോഡിയം വന്നാൽ 3s1. അപ്പം ചോദ്യം വരും, 2s1ൻ്റെ തൊട്ടു താഴെയുള്ള മൂലകത്തിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? അപ്പം നമ്മൾ എന്ത് കൊടുക്കും? 2s1 കഴിഞ്ഞാൽ 3s1
3s1 കാണിക്കും. 3s1 കഴിഞ്ഞാൽ 4s1. ഇവിടെ നോക്കൂ, ബെറിലിയത്തിന് 2 മെഗ്നീഷ്യത്തിന് 3, നമ്മുടെ കാൽസ്യത്തിന് 4. രണ്ടാമത്തെ പീരീഡ്, മൂന്നാമത്തെ പീരീഡ്, നാലാമത്തെ പീരീഡ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ലിഥിയം സെക്കൻഡ് പീരീഡ്, സോഡിയം തേർഡ് പീരീഡ്, പൊട്ടാസ്യം ഫോർത്ത് പീരീഡ്, 4ാമത്തെ പീരീഡിലാണ്. ബെറിലിയം 2ാമത്തെ പീരീഡിലാണ്. മെഗ്നീഷ്യം 3ാമത്തേലാണ്. കാൽസ്യം 4ാമത്തെ പീരീഡിലാണ് കിടക്കുന്നത്. ഇനി എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എസ് സബ്ഷെല്ലിന് എത്ര ഇലക്ട്രോണുകളെയാണോ രേഖപ്പെടുത്തുന്നത് അത് തന്നെയായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു തവണ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി നിർത്തേണ്ട, ഓരോ തവണയും കൂട്ടിച്ചേർത്ത് എഴുതിക്കൊള്ളുക. അപ്പോൾ ലിഥിയം 1ാമത്തെ ഗ്രൂപ്പിലാണ്, സോഡിയം 1ാമത്തെ ഗ്രൂപ്പിലാണ്, പൊട്ടാസ്യം 1ാമത്തെ ഗ്രൂപ്പിലാണ്. 1ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചത് ആൽക്കലി ലോഹം എന്നാണ്. ബെറിലിയം സെക്കൻഡ് ഗ്രൂപ്പിലാണ്, മെഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പിലാണ്, കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പിലാണ്. 2ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. ക്ലിയർ അല്ലേ? അവസാന ഇലക്ട്രോൺ എസ് സബ്ഷെല്ല്, ഉയർന്ന ഷെൽ നമ്പർ, പീരിയഡ് നമ്പർ, എസ്സിൽ എത്ര ഇലക്ട്രോൺ, അതായത് അവസാന എസ്സിൽ എത്ര ഇലക്ട്രോൺ ആണോ എഴുതുന്നത് അത് തന്നെയായിരിക്കും ആ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഏതിൻ്റെ കേസിൽ? എസ് ബ്ലോക്കിൻ്റെ കേസിൽ. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം നോക്കൂ, ഇവിടെ 2, 1 ഇലക്ട്രോൺ വിന്യാസം. ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 2, 8, 1. ഇവിടെ 2, 8, 8, 1. 2, 8, 8, 1. ഇതാ ഇവിടെ നോക്കൂ, 2, 2 അല്ലേ? 2, 2 തട്ടിച്ച് അടിയിൽ തന്നെ എഴുതാം. 2, 2. ഇനി ഇവിടെ ഇതാ 2, 8, 2. ഇവിടെ 2, 8, 8, 2. 2, 8, 8, 2. അപ്പോൾ ഈ സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഇവര് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാമെന്ന് വിചാരിക്കും. അങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടത്? പറയേ. നമുക്കറിയാം അല്ലേ, അഷ്ടകം പൂർത്തിയാക്കുക അല്ലേ? ബാഹ്യ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണോ? 8 ഇലക്ട്രോൺ നിറയണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കെ ഷെല്ലിൻ്റെ പരമാവധി കപ്പാസിറ്റി പൂർത്തിയാക്കി വെക്കണം. കെ ഷെല്ലിൻ്റെ കപ്പാസിറ്റി എത്രയാ? 2 ഇലക്ട്രോൺ വരും. അപ്പോൾ ലിഥിയം നോക്കൂ, ലിഥിയം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ എത്ര ഇലക്ട്രോണിനാണ് ലിഥിയം കൊടുക്കുക? ലിഥിയം 1 ഇലക്ട്രോണിനല്ലേ കൊടുക്കുക? 1 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ ഷെല്ല് ഏതാ? കെ ഷെല്ല് മാത്രമാകൂ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നിങ്ങൾ നോക്ക്, 2 ഇലക്ട്രോൺ ആയില്ലേ? അപ്പോൾ ലിഥിയം സ്റ്റേബിൾ അല്ലേ? സ്ഥിരത കൈവരിച്ചില്ലേ? ഇനി നോക്കൂ, അപ്പോൾ ലിഥിയം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലേ? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ലിഥിയത്തിൻ്റെ ചാർജ് എന്തായിട്ട് മാറും? ലിഥിയം 1 പോസിറ്റീവ് ആകും. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. ഇനി നമ്മൾ സോഡിയം നോക്കൂ, സോഡിയം 2, 8, 1. അപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂ. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് നിൽക്കുന്നത്? 8 ഇലക്ട്രോണാണ് നിൽക്കുന്നത്. അപ്പോൾ സോഡിയം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂലേ? അങ്ങനെ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ സോഡിയത്തിൻ്റെ ചാർജ് 1+ ആയി മാറും. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഇതേപോലെ നോക്കൂ, പൊട്ടാസ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ? എളുപ്പം 1 വിട്ടുകൊടുക്കുകയല്ലേ? 7 എണ്ണത്തിന് സ്വീകരിച്ചാൽ ഇയാൾ എന്തായി? ബാഹ്യ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. പക്ഷേ ഈ 1 വിട്ടുകൊടുക്കുന്നല്ലേ എളുപ്പം? മൂലകം അതിൻ്റെ എളുപ്പ വഴിയല്ലേ സ്വീകരിക്കുക. അപ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യം എന്ത് ചാർജ് കൈവരിക്കൂ? പൊട്ടാസ്യം +1 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. മനസ്സിലായോ? അപ്പം എസ് ബ്ലോക്കിലെ ആൽക്കലി ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഏത് ചാർജ് കൈവരിക്കുന്നു? +1 ചാർജ് കൈവരിക്കുന്നു. +1 ചാർജ് കൈവരിക്കുന്നു. ഇതാ നോക്കിക്കോ, ഞാൻ കൂടി ബോർഡ് മായ്ച്ചതിന് ശേഷം പറയാം, ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. സോഡിയം, നമ്മൾ പറഞ്ഞത് സോഡിയം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ
ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Na+ ചാർജായിട്ട് മാറുന്നു. ഇവിടെ ഇലക്ട്രോൺ 281 ആണ്, 28 ആയിട്ട് മാറി. സ്ഥിരത കൈവരിച്ചു. പോസിറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ഏതയോണാ? ചാർജുള്ള ആറ്റമാണ് അയോണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കാറ്റയോൺസ് എന്ന് പറയും, കാറ്റയോണുകൾ. അപ്പോൾ സോഡിയം Na+ കാറ്റയോണായി മാറുന്നു. പൊട്ടാസ്യം 281 ആണ്. ഉപരി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ K+ ആയിട്ട് മാറുന്നു. അപ്പോൾ പൊട്ടാസ്യം കാറ്റയോൺ അല്ലേ, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പ് 1ന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഇതേപോലെ തന്നെയാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2ലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് അവരെന്ത് കൈവരിക്കുന്നു? സ്ഥിരത കൈവരിക്കുന്നു. ഇവിടെ മഗ്നീഷ്യമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെങ്കിൽ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്? മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് 1ലുള്ള ആൾ 1 ഇലക്ട്രോണിനെയും ഗ്രൂപ്പ് 2ലുള്ള ആൾ 2 ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കുന്നു. അപ്പം മഗ്നീഷ്യം ഏത് അയോണായിട്ട് മാറുന്നു? മഗ്നീഷ്യം 2+ അയോണായി മാറുന്നു. ഇനി കാൽസ്യം നോക്കൂ. കാൽസ്യം 2, 8, 8, 2 ആണ് ഇലക്ട്രോൺ വിന്യാസം. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അതായത് നോക്കിക്കേ, കാൽസ്യം ഗിയേഴ്സ്. കാൽസ്യം എന്തായിട്ട് മാറുന്നു? കാൽസ്യം 2+ ആയിട്ട് മാറുന്നു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. ഓക്കെ, അപ്പം കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് കാൽസ്യം 2++ 2 ഇലക്ട്രോൺ അപ്പുറത്തേക്ക് 2 ഇലക്ട്രോണിനെ കളയുന്നു. അപ്പം ഏത് അയോണായിട്ട് മാറി? 2+ അയോണായിട്ട് മാറി. അതായത് ഗ്രൂപ്പ് 1 ആണെങ്കിൽ അതിൻ്റെ ഓക്സീകരണാവസ്ഥ +1ഉം ഗ്രൂപ്പ് 2 ആണെങ്കിൽ അതിൻ്റെ ഓക്സീകരണാവസ്ഥ +2ഉമാണ്. അതായത് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും നിശ്ചിത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതാണ്. ഇനി ഇതാ ഞാൻ മാറ്റി എഴുതാൻ പോകണേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്സീകരണാവസ്ഥയാണ്. ഓക്സീകരണാവസ്ഥ ചാർജ് ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? വാലൻസി ആയിട്ട് മാറി. വാലൻസി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ന്റെ വാലൻസി അപ്പോൾ 1 ആണ്. ഗ്രൂപ്പ് 2ന്റെ വാലൻസി 2 ആണ്. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ വാലൻസി 1 ആണ്, ഗ്രൂപ്പ് 2ന്റെ വാലൻസി 2 ആണ്. ഗ്രൂപ്പ് 1ന്റെ ഓക്സീകരണാവസ്ഥ +1 ആണ്, ഗ്രൂപ്പ് 2ന്റെ ഓക്സീകരണാവസ്ഥ +2 ആണ്. അതായത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത ഓക്സീകരണാവസ്ഥയും വാലൻസിയും കാണിക്കുന്നവയാണ്. ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഏത് അയോൺ ഉണ്ടാക്കും? കാറ്റയോണുകൾ ഉണ്ടാക്കുന്നവയാണ് അല്ലേ? കാറ്റയോണുകൾ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കലി ലോഹവും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന സംയുക്തങ്ങൾ ഉണ്ടായാൽ സംയുക്തങ്ങൾ മിക്കവയും ഏത് ബന്ധനം കാണിക്കുന്നവയാണ്? അയോണിക ബന്ധനമാണ്. ഇവയിൽ ഉണ്ടാകുന്ന ബന്ധനം ഏതാണ്? അയോണിക ബന്ധനമാണ്. അപ്പം കഴിഞ്ഞ 9th നമ്മൾ അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധനം, രാസബന്ധനം ഏത് തരത്തിലുള്ളതാണ്? അയോണിക ബന്ധനമാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ പറയുന്നത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പ് 1 ആൽക്കലി ലോഹമാണ്, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. അപ്പോൾ ഇവർ ലോഹങ്ങളാണ്. ഇനി ഇവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവയാണ്. ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധനം അല്ലെങ്കിൽ ഇവരുടെ സംയുക്തങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? അയോണിക ബന്ധനം കാണിക്കുന്നവയാണ്. ഇനി ഈ എച്ച് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത ഓക്സീകരണാവസ്ഥയും വാലൻസിയും കാണിക്കുന്നവയാണ്. അതായത് ഗ്രൂപ്പ് 1ന്റെ വാലൻസി 1 ആണ്, ഓക്സീകരണാവസ്ഥ +1 ആണ്.
ആൻഡ് ദെൻ ഗ്രൂപ്പ് 2യുടെ വാലൻസി 2 അഥവാ സംയോജകത 2, ഓക്സീകരണ അവസ്ഥ +2. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വാലൻസി എന്ന് എഴുതി തന്നെയാണ് ഉണ്ടാവുക. അപ്പം വാലൻസി എന്ന് പറഞ്ഞാൽ സംയോജകത എന്നാണ് മനസ്സിലാക്കുക. അപ്പം നോട്ട് എഴുതുമ്പോൾ വാലൻസി എന്നും സംയോജകത എന്നും എഴുതുന്നത് രണ്ടും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പോകും. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ. നമ്മൾ മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന പരീക്ഷണം ചെയ്തിട്ടുണ്ടാവില്ലേ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന പരീക്ഷണമൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? മഗ്നീഷ്യം റിബൺ നന്നായി ക്ലീൻ ചെയ്ത് കത്തിക്കുന്ന പ്രവർത്തനം ജ്വലനം ആരുമായിട്ടുള്ള രാസപ്രവർത്തനം? ഓക്സിജനുമായിട്ടുള്ള രാസപ്രവർത്തനമാണ്. അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് നമുക്കൊരു ചാരം കിട്ടും അല്ലേ? അതെന്താണ്? മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡാണ് അല്ലേ? അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് കിട്ടുന്നു. ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ ആ ചാരം നമ്മൾ കളക്ട് ചെയ്ത് അതിനെന്ത് ചെയ്തു? വെള്ളത്തിൽ ലയിപ്പിച്ചു. അപ്പം നമുക്കൊരു അതങ്ങ് ലയിച്ചു പോയി അല്ലേ? മഗ്നീഷ്യം ഓക്സൈഡ് ലയിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്തത് ഫിനാഫ്തലിൻ സൂചകങ്ങൾ കേട്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് സൂചകങ്ങൾ ഉപയോഗിക്കുന്നത്? ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സൂചകം ഏത് സൂചകം എടുത്തു? ഫിനാഫ്തലിൻ എടുത്തു അല്ലേ? ഫിനോൾഫ്താലിൻ എടുത്തു. ഫിനോഫ്തലിൻ നമ്മൾ ഒരു 1 ഡ്രോപ്പ് ഈ മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ച ലായനിയിലേക്ക് അങ്ങ് ഉറ്റിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഏത് നിറം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടു? പിങ്ക് നിറം ഉണ്ടായതായിട്ട് കണ്ടു. അപ്പോൾ പിങ്ക് നിറം ഫിനാഫ്തലിൻ ഒരു ലായനിയിൽ പിങ്ക് നിറം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ലായനി ഏത് സ്വഭാവമുള്ളതായിരിക്കും? ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക സ്വഭാവമുള്ള ആളായിരിക്കും. ഓക്കെ, അതായത് ഫിനാഫ്തലിൻ ഇൻഡിക്കേറ്റർ അഥവാ സൂചകത്തിന് ആസിഡിൽ നിറമില്ല. അത് ആൽക്കലി അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ അതിന് ഏത് നിറമുണ്ട്? പിങ്ക് നിറമുണ്ട്. അപ്പം നമ്മൾ മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ആളാണ്? എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ആളാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എടുത്തു, മഗ്നീഷ്യത്തിനെ എടുത്തു, കത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ചാരത്തിന് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു, ലയിപ്പിച്ച് കുറച്ച് 1 ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു തുള്ളി ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ സൂചകം മുറ്റിച്ചു. അപ്പം നമ്മൾ കണ്ട നിറം പിങ്ക് നിറമാണ്. പിങ്ക് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ആൽക്കലിയെ സൂചിപ്പിക്കുന്നു. അതായത് നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകൾക്കും ഹൈഡ്രോക്സൈഡുകൾക്കും എന്ത് സ്വഭാവമാണുള്ളത്? ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക സ്വഭാവമുള്ളവയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് സ്വഭാവം കാണിക്കുന്നതാണ്? ആൽക്കലി അല്ലെങ്കിൽ ബേസിക സ്വഭാവം കാണിക്കുന്ന ആളുകളാണ്. അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടിട്ടുണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇവരൊക്കെ ഹൈഡ്രോക്സൈഡ് അല്ലേ? ഈ ഹൈഡ്രോക്സൈഡുകൾക്ക് എന്ത് സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്? ആൽക്കലി സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതേതാണ്? ബേസിക സ്വഭാവം കാണിക്കുന്നവയാണ് അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നവയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എസ് ബ്ലോക്ക് മൂലകത്തിൻ്റെ ഓക്സൈഡുകൾക്കും ഹൈഡ്രോക്സൈഡുകൾക്കും ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണുള്ളത്. ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഗ്രൂപ്പ് 1 +1 ഓക്സീകരണാവസ്ഥയും ഗ്രൂപ്പ് 2 +2 ഓക്സീകരണാവസ്ഥയുമാണ് കാണിക്കുന്നത്. ഗ്രൂപ്പ് 1ൻ്റെ വാലൻസി 1 ഗ്രൂപ്പ് 2ൻ്റെ വാലൻസി 2. അതുകൊണ്ട് തന്നെ എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഒരു നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നവയാണ്. ഇനി എച്ച് ബ്ലോക്ക് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ അയോണിക ബന്ധനമുള്ളവയാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷം നമ്മൾ അയോണീകരണ ഊർജം എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. പീരിയോഡിക് ടേബിൾ പഠിച്ചപ്പോൾ അയോണീകരണ ഊർജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഒക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ?
ഒരൊറ്റപ്പെട്ട് കിടക്കുന്ന ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. അപ്പം സോഡിയത്തിൻ്റെ കേസിൽ 2, 8, 1 ഈ ഒരു ഇലക്ട്രോണിനെ അല്ലേ നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, സോഡിയം ഒരു ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു നമ്മൾ വളരെ ഈസി ആയിട്ട് അങ്ങ് പറയും. പക്ഷേ ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ കളയാൻ ആവശ്യമായ ആ ഊർജത്തിനെയാണ് എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? അയോണീകരണ ഊർജം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അയോണീകരണ ഊർജം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഷെല്ലുകൾ, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് അങ്ങനെ പോകുന്നു. ഓരോ ഷെല്ലിനും ഉപഷെല്ലുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു, ഇവിടെയുള്ള ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലൊരു ആകർഷണ ബലം ഉണ്ട് അല്ലേ. ഈ ആകർഷണ ബലത്തിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജം. ഓക്കെ, അപ്പോൾ ഈ അയോണീകരണ ഊർജം ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സിൻ്റെ ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആറ്റത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ വലുപ്പം അല്ലേ. അപ്പം നോക്കൂ, ഇത് നമ്മളുടെ കുത്തനെയുള്ള കോളവും വിലങ്ങിനെയുള്ള നിരകളുമാണെന്ന് വിചാരിക്കുക. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യും? കൂടി വരില്ല. ആറ്റത്തിൻ്റെ വലുപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് വലുപ്പം എന്ത് ചെയ്യുന്നു? വലുപ്പം കൂടി വരുന്നു. കാരണം ഷെല്ല് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേടോ. ഇനി ഇടത്തുനിന്ന് വലത്തോട്ട്, അതായത് പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. പകരം ആര് കൂടുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആകർഷണ ബലം കൂടും, ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യും? കുറയുന്നു. ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം അയോണീകരണ ഊർജം നിങ്ങൾ നോക്കൂ, ആറ്റത്തിൻ്റെ വലുപ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഒരു ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന് ഇതാ ഇങ്ങനെ അകലത്തിലുള്ള ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കൂ. ഈ ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാൻ ആവശ്യമായ ഊർജ്ജം എന്ന് പറഞ്ഞു. അപ്പം ന്യൂക്ലിയർ അട്രാക്ഷൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണോ കൂടുക? ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടുതലാണല്ലേ. അപ്പോൾ ഇതിങ്ങനെ വിട്ട് ആറ്റത്തിൻ്റെ വലുപ്പം കുറച്ച് കൂടുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ, ആകർഷണ ബലം കുറയും. അപ്പം നമുക്ക് എത്ര ഊർജ്ജം മതി? വളരെ കുറച്ച് ഊർജ്ജം ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി, വിട്ടുകൊടുക്കാൻ വേണ്ടി ആ ആറ്റത്തിന് സാധിക്കും. ആ അയോണീകരണ ഊർജ്ജം നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരികയാണ്? എസ് ബ്ലോക്ക് മൂലകങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് എസ് ബ്ലോക്ക് ഉള്ളത്? ഇടതുഭാഗത്താണ് അല്ലേ. ഇടതുഭാഗത്താണുള്ളത്. അങ്ങനെ ഇടതുഭാഗത്താണ് എസ് ബ്ലോക്ക് ഉള്ളത്. ഇടതുഭാഗത്ത് എസ് ബ്ലോക്ക് എന്ന് പറയുമ്പം ഈ ഭാഗത്തിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും? ആറ്റത്തിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും അല്ലേ. ഈ ഭാഗത്തിന്, അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേടോ. ആറ്റത്തിൻ്റെ വലുപ്പം ഇപ്പുറമുള്ള ഭാഗം, അതായത് നമുക്ക് ഏത് ബ്ലോക്കാണെന്നറിയാം? പി ബ്ലോക്കിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജം എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഓർക്കേണ്ട കാര്യം, ഇവിടെ ലോഹങ്ങളാണെന്ന് പറഞ്ഞു. ലോഹങ്ങൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലേ. ആ ബന്ധിത ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള ഒരാറ്റത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പോളിംഗ് സ്കെയിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പം ഈ ബ്ലോക്കിന്, അല്ലെ ഈ ഭാഗത്തിനെ അപേക്ഷിച്ച് നമ്മുടെ എസ് ബ്ലോക്കിന് എന്തായിരിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് ആർക്ക്? നമ്മുടെ എസ് ബ്ലോക്കിന്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു പീരിയഡ് പരിഗണിക്കുകയാണ്. അങ്ങനെ ഒരു പീരിയഡ് പരിഗണിക്കുമ്പോൾ ഈ ഭാഗത്തിനെക്കാട്ടും ആറ്റത്തിൻ്റെ വലുപ്പം ഏത് ഭാഗത്താണ് കൂടുതൽ എന്ന് പറഞ്ഞത്? എസ് ബ്ലോക്കിലാണ് കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നോക്കൂ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രിയാശീലത, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ക്രിയാശീലത, എന്താ ക്രിയാശീലത എന്ന് പറഞ്ഞാൽ? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? ക്രിയാശീലത എന്ന് വിളിക്കുക. ആ ക്രിയാശീലത മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടി വരുന്നു. ഇത്രയും പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു തവണ കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ
എച്ച് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എച്ച് ബ്ലോക്ക് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ്. അപ്പോൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഇനി ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ആ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നിജപ്പെടുത്തി വെച്ചതാണ്, വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു വെച്ചതാണ്. ഗ്രൂപ്പ് 1 രാസപ്രവർത്തനത്തിൽ, ഗ്രൂപ്പ് 1 മൂലകങ്ങളാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +1 ഓക്സീകരണാവസ്ഥ കൈവരിക്കുന്നു. ഗ്രൂപ്പ് 2 മൂലകങ്ങളാണ് പങ്കെടുക്കുന്നതെങ്കിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് +2 ഓക്സീകരണാവസ്ഥ കൈവരിക്കുന്നു. ഇനി സംയുക്തങ്ങൾ അയോണിക ബന്ധനം കാണിക്കുന്നവയാണ്. കൂടാതെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അതുകൊണ്ട് തന്നെ ഇവർക്ക് നിശ്ചിത ഓക്സീകരണാവസ്ഥയും വാലൻസിയുമാണുള്ളത്. അയോണീകരണ ഊർജം കുറവാണ് അല്ലേ? ആറ്റത്തിൻ്റെ വലുപ്പം കൂടിയതുകൊണ്ട് അയോണീകരണ ഊർജം കുറവേ വേണ്ടുള്ളൂ. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. ക്രിയാശീലത ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടി വരുന്നു, വർദ്ധിച്ചു വരുന്നു. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് 1 അല്ലേ എസ് ബ്ലോക്ക് ആണ് പറയുന്നത്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 1 സംയോജകത അല്ലെങ്കിൽ വാലൻസി 1. ഇനി ഇവർ കാണിക്കുന്ന ഓക്സീകരണാവസ്ഥ എങ്ങനെയാണ് നമ്മൾ എഴുതുക? +1, മാറിപ്പോകരുത്, +1 ഓക്സീകരണാവസ്ഥ. ഇനി അയോണുകളുടെ പ്രതീകം. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ, ഞാനൊരു മൂലകം എക്സ് എടുക്കുകയാണ്. മൂലകം എക്സ് എടുക്കുക. ആ എക്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 1, അതിൻ്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി 1, ഓക്സീകരണാവസ്ഥ +1. ഇനി നോക്കൂ, മൂലകം എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകം വെറുതെ ഒരു പ്രതീകം കൊടുത്തതാണ് എക്സ് എന്ന്. ആ എക്സ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് +1 ഓക്സീകരണാവസ്ഥ കാണിച്ച നമ്മൾ ആ അയോണിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? X+ എന്നല്ലേ കാണിക്കുക. നമുക്ക് സോഡിയം ആണെന്ന് വിചാരിക്കട്ടോ. സോഡിയം ആണെങ്കിൽ അതൊരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് തന്നെ പ്ലസ് ആവുകയല്ലേ ചെയ്യുക. ലിഥിയം ആണെങ്കിൽ Li+ ആവുകയല്ലേ ചെയ്യുക. ഇനി പൊട്ടാസ്യം ആണെങ്കിൽ K+ ആവുകയല്ലേ ചെയ്യുക. അതിന് പകരം എന്തെടുത്തു എന്ന് മാത്രം, വെറുതെ നമുക്ക് എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ X+. ഇനി നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓക്സൈഡുകളുടെ രാസസൂത്രം. അതായത് ഈ എക്സ് എന്ന് പറയുന്ന എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകം ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക? ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മളോട് പറയുകയാണ് അവർ ഈ ഓക്സൈഡിൻ്റെ രാസസൂത്രം എഴുതൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ അയോണ് എക്സ് ഉണ്ടാക്കുന്ന അയോണ് X+ ആണ്. ഇനി ഓക്സിജന്റെ കാര്യം അറിയണം. ഓക്സിജൻ ഏത് ഫോമിലാണ് കിടക്കുക? 2- ആണ്. അപ്പോൾ അറിയാത്ത ആളുകൾ എന്ത് എഴുതി വെക്കണം? ഓക്സൈഡ് എന്നും പറഞ്ഞിട്ട് O2- എന്ന് കാണിക്കണം. ഓക്സൈഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? O2-. അപ്പോൾ ഇവിടെ +1 ആണ്, ഇവിടെ +1 ആണ്, ഇവിടെ 2- ആണ്. ഇനി നോക്കിക്കോ, ഇനി ഈ പ്ലസും മൈനസും ഇല്ലാതെ ആ സംഖ്യ മാത്രം എടുത്ത് താഴേക്ക് എഴുതുക. അപ്പോൾ എക്സിൻ്റെ അടിയിൽ ഏത് സംഖ്യ വന്നു? 1 എന്ന് വന്നു. ഓയുടെ അടിയിൽ, ഓക്സിജൻ്റെ അടിയിൽ ഏത് വന്നു? 2 വന്നു, 2 വന്നു. ഇനി ഇത് പരസ്പരം മാറ്റി കൊടുക്കുക കേട്ടോ. ഇതേ നോക്കിക്കേ, എങ്ങനെ എഴുതും നമ്മൾ? X2O എന്തായിട്ട് മാറും? X2O. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? അപ്പം ഓക്സൈഡുകളുടെ രാസസൂത്രമാണ് എഴുതാൻ പറഞ്ഞത്. ഓക്സൈഡ് O2- ആണ്. അപ്പം X+1 O2- ആണ്. ഈ 1 ചാർജ് ഇല്ലാണ്ട് എടുത്ത് എഴുതുക, 1, 2 അടിയിൽ എഴുതുക, പരസ്പരം മാറ്റി എഴുതാം. ഇതായി എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ സോഡിയം കൊടുക്കുക എന്ന് വിചാരിക്കൂ. സോഡിയം +1, ഓക്സിജൻ 2-. എന്താക്കണം? ഈ 1ഉം 2ഉം അങ്ങനെ തന്നെ എടുത്ത് എഴുതണം, പരസ്പരം മാറ്റി എഴുതണം. ഇയാൾ എന്തായിട്ട് മാറും? Na2O എന്നായിട്ട് മാറും അല്ലേ? Na2O സോഡിയം ഓക്സൈഡാണ്. സോഡിയം ഓക്സൈഡാണ്. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് കൂടി ഒന്ന് ചെയ്തു നോക്കാം. മൂലകം Y എന്നെടുക്കുകയാണ്. എസ് ബ്ലോക്കിലെ മൂലകം Y. ഈ Y ഉൾപ്പെടുന്ന ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ സംയോജകത എത്രയാണെന്ന് പറഞ്ഞു? 2. ഓക്സീകരണാവസ്ഥ +2. അയോണിൻ്റെ പ്രതീകം എങ്ങനെ എഴുതും നമ്മൾ? Y2
2 പ്ലസ് വൈ 2 പ്ലസ്. ഇവിടെയും ചോദ്യം ഓക്സൈഡിന്റെ രാസസൂത്രം എഴുതാനാണ്. എങ്ങനെ കൊടുക്കും നമ്മൾ? ISY 2 പ്ലസ്. ഓക്സൈഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, O2 മൈനസ്. ചാർജ് ഇല്ലാതെ എടുത്ത് എഴുതുക, 2 2 പരസ്പരം മാറ്റിയിടുന്നത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കേട്ടോ. Y2O2 എഴുതി. അപ്പോൾ കോമൺ ഫാക്ടർ പൊതുഘടകം ഉള്ളത് കൊണ്ട് ഏറ്റവും ചെറുതായിട്ട് മാത്രമേ രാസസൂത്രം എഴുതാൻ പാടുള്ളൂ അല്ലേ? അപ്പം നമ്മൾ 2 കൊണ്ട് വെട്ടി എങ്ങനെയാക്കി എഴുതി ഇയാളെ? YO എന്നെഴുതി. എന്തായി? YO. അപ്പം നോക്കൂ, ഈ Y പ്രതിനിധാനം ചെയ്യുന്നത് മാഗ്നീഷ്യം ആണെന്ന് വിചാരിക്കൂ. മാഗ്നീഷ്യം 2 പ്ലസ്, ഓക്സിജൻ 2 മൈനസ്. മാഗ്നീഷ്യത്തിൻ്റെ അടിയിൽ 2 എന്ന് എഴുതി, ഓക്സിജൻ്റെ അടിയിൽ 2 എന്ന് എഴുതി, പരസ്പരം മാറ്റിയിട്ടു. Mg2O2 കോമൺ ഫാക്ടർ എന്താക്കി എഴുതണം? മാഗ്നീഷ്യം ഓക്സൈഡ്. ഇങ്ങനെയല്ലേ നിങ്ങൾ മാഗ്നീഷ്യം ഓക്സൈഡ് എഴുതല്? ക്ലിയർ അല്ലേ? വ്യക്തമാണോ? ഇത് കാൽസ്യം നോക്കൂ. കാൽസ്യം ആകുമ്പം 2 പ്ലസ്, ഓക്സിജൻ ആകുമ്പം 2 മൈനസ്, 2 2 പരസ്പരം മാറ്റിയിട്ടു. CA2O2 എങ്ങനെ എഴുതണം? CaO എന്ന് എഴുതണം. CaO. ഇങ്ങനെയൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പം ക്ലാസ്സിൽ പറഞ്ഞ കാര്യം വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എസ് ബ്ലോക്കിൻ്റെ സവിശേഷതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള നോട്ട്സ് നിങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ടേബിൾ പട്ടികകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് തുടക്കം മുതൽ നോക്കുക. അതിൽ നമ്മൾ പറഞ്ഞ ഭാഗം വരെ ആ ടേബിളുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ റിസൾട്ട് എന്തായിരിക്കും? അത്രയും നല്ല, അതായത് കെമിസ്ട്രിക്ക് A+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് എഴുതുക, ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. ടെസ്റ്റ് എന്തായാലും വേണം, ടെക്സ്റ്റ് ബുക്ക് കൂടി പോകണം. അല്ലാതെ നിങ്ങൾ ഈ ക്ലാസ് മാത്രം ഇങ്ങനെ കേട്ട് കാര്യമില്ല. വെറുതെ അതിന് ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നോട്ട് എഴുതി എടുത്തിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, എന്ത് വർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്, ടീച്ചർ എടുത്ത ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് ക്വസ്റ്റ്യനാണ് ഉള്ളത് എന്നൊക്കെ പരിശോധിച്ച് കണ്ടെത്തുക, ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വർക്ക് ബുക്ക് തന്നെ വെക്കൂ. ഇത് കെമിസ്ട്രിയുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 പേജിൻ്റെ ഒരു നോട്ട് വാങ്ങി ചെയ്യൂ. ഒന്നാമത്തെ പാഠത്തിന് വേണ്ടിയിട്ട് ഒരു നോട്ട് തന്നെ വെക്കൂ. ഓരോ ഭാഗവും എഴുതി പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളെ എല്ലാം ക്ലിയർ ആയിട്ട് പോവുള്ളൂ. പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഈ സാധനം മാത്രം, ഞാൻ പറയുന്ന പോയിന്റ് മാത്രം ഇങ്ങനെ എഴുതിയെടുത്തിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഫോമുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും എന്ത് ചെയ്യും, സബ്ജക്റ്റിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.